എല്ലാ മനുഷ്യനും ഒരു അജലുണ്ടാകും. ആരും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കൂല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോൾ റൂഹിനെ പിടിക്കാനാ വന്നാണ് ഒറ്റയടിയിട്ട് കൊടുത്ത് കണ്ണ് പൊട്ടിപ്പോയി. അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, ഏത് മനുഷ്യൻ്റെ അടുത്ത് എന്നെ പറഞ്ഞേച്ച്? അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു തആല കണ്ണ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയിട്ടൊരു കാര്യം ചെയ്യൂ, ഒരു കാളയുടെ പുറത്ത് കൈവെക്കാൻ പറയൂ. എന്നിട്ട് എത്ര രോമമാണ് കൈ തട്ടുന്നത് അത്രയും രോമത്തിന് കണ്ട് വർഷം നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞാളി എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിനോട്. മൂസാ നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് എത്ര കൊല്ല കിട്ടിയത്. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് കഴിഞ്ഞാലോ? പിന്നെ മരിച്ചണം. എന്നാൽ പിന്നെ ഇപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ മറവ് ചെയ്യുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തൊക്കെ ആക്കി കിട്ടിയാൽ നന്നായിരുന്നു എന്നാ. മഹാന്മാരുള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യണം എന്നാണല്ലോ, നഖൽ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം, ഇന്ന സ്ഥലത്ത് ഒരു മഹാന്റെ മക്ബറയുണ്ട് അവിടേക്ക് കൊണ്ടുപോകണം എന്നൊരാൾ വസൂയത്ത് ചെയ്താൽ അതിൻ്റെ പേരിൽ നഖൽ ചെയ്യാം എന്നാ. ദുബായിൽ മരിച്ചാൽ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ നല്ല വലിയ മക്ബറകളുണ്ട്, അവിടെയൊക്കെ മഹാന്മാർ ധാരാളം മക്ബറകളുണ്ട്, അവിടെ തന്നെ മറവ് ചെയ്താൽ മതി. വെറുതെ കഷ്ടപ്പെട്ട് 4-5 ദിവസം കഴിഞ്ഞ് ഐസും പെട്ടിയിലിട്ട് ഉള്ളിൽ മരുന്നും കുറ്റി എന്തിനാണ് കൊണ്ടുവരുന്നത്? അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. പക്ഷെ ഈ എന്തെങ്കിലും പ്രത്യേകമായ അസ്ബാബുകൾക്ക് ഉഴുതറുകൾക്ക് മാത്രമാണ് നഖൽ ചെയ്യുക. ഇപ്പം മൂസാ നബി അലൈഹിസ്സലാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ പറയുന്നുണ്ട്, ബാബു മൻ അഹബ്ബ അൻ യുദ്ഫന ഫി അർളിൽ മുഖദ്ദസതി, പുണ്യമുള്ള സ്ഥലത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആഗ്രഹിച്ചാൽ അതിന് ദോഷമില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്താണ്, അങ്ങക്ക് കാണിച്ചു തരുമായിരുന്നു. ആ കസീബുൽ അഹ്മറിൻ്റെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ അവിടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ട്. ഖുദ്സിൽ നിന്നൊരു കല്ലെടുത്ത് ഇങ്ങനെ ഒറ്റയേറും എടുത്താൽ എത്തുന്ന സ്ഥലത്ത് അവിടെയാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊക്കെ പോകാൻ പറ്റും, പണ്ട് കാലത്ത് നമുക്കൊക്കെ അങ്ങനെ കേൾക്കാനേ പറ്റുമായിരുന്നുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അതെല്ലാം അവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുണ്ട്. ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ ജോർദാനിലുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനും നീട്ടിയാൽ എന്തായാലും ജനിച്ച മനുഷ്യരൊക്കെ മരിച്ചേ പറ്റുകയുള്ളൂ. അപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതേ നമ്മൾ ആഗ്രഹിക്കേണ്ടതും ഉള്ളൂ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം നമുക്ക് കേൾക്കാൻ കഴിയില്ല, നമുക്ക് കാണാനും കഴിയില്ല. നമ്മൾ മുസ്ഹഫിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. അത് ഖുർആനിൻ്റെ ദലാലത്തുകളാണ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയതാണ്, അക്ഷരം കൊണ്ട് എഴുതിയതാണ് മുസ്ഹഫിലുള്ളത്. അത് കേൾക്കുന്നതാണ് നമ്മൾ മറ്റൊരാൾ ഓതുമ്പോഴുള്ള ശബ്ദം, അല്ലെ നമ്മൾ ഓതുമ്പോഴുള്ള ശബ്ദം. അള്ളാഹുവിൻ്റെ കലാം എങ്ങനെയാണത്? അതിന് അക്ഷരങ്ങളില്ല, തുടക്കമില്ല, ഒടുക്കമില്ല, അതിന് ഈ ശബ്ദമില്ല. പിന്നെ എങ്ങനെയാണ് അതുകൊണ്ട് പകർത്തുക? അത് ജിബ്രീൽ അലൈഹിസ്സലാം വഴി മാത്രമേ പകർത്താൻ പറ്റുകയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം ആ അള്ളാഹുവിൻ്റെ കലാമിനെ മനുഷ്യനിലേക്ക് പകർത്തി കൊടുക്കാനുള്ളൊരു വാസിതയാണ്. അൽ കലാമുല്ലാഹിൽ മുനസ്സലു ബി വാസിതത്തി ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് അത് കൊണ്ടുവരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണ്. അപ്പോൾ ഇലാഹിൽ നിന്ന് മലക്ക് വഴി മനുഷ്യനിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും ഒരു മലക്കിൻ്റെ ഒരു മിനിമം ഒരു മിനി മലക്കൂത്തിയത്ത് മനുഷ്യന് വരണം. മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് അതിൽ നിന്നൊക്കെ പലതും എടുത്തു മാറ്റി ശുദ്ധീകരിച്ച് നോമ്പ് നോറ്റുകൊണ്ട് കൂടുകയാണ് ഹിറാ പർവ്വതത്തിൽ. എന്താണ് നോമ്പ് നോക്കുമ്പോൾ സംഭവിക്കുന്നത്? മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറും. ലാ യഅ്കുലൂന വലാ യശ്റബൂന വലാ യതനാകഹൂൻ. തിന്നുകയും ഇല്ല, കുടിക്കുകയും ഇല്ല, ഭോഗിക്കുകയും ഇല്ല. അതാണല്ലോ മനുഷ്യൻ നോമ്പ് കാലത്ത്. നമ്മൾ രാത്രി വല്ലാതെ തിന്നാളോ,
അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഈ പകൽ സമയത്ത് മലക്കിൻ്റെ സ്വഭാവത്തിലാണ്, തിന്നൂല്ല, കുടിക്കൂല, ഭോഗവും ഇല്ല. അപ്പോൾ ഒരു മലക്കൂത്തീയത്തിലേക്ക് മനുഷ്യനെ ഇങ്ങ് അടുപ്പിച്ച് അവിടെയാണ് ഖുർആൻ്റെ വാർഷികമാകുമ്പോൾ അത് വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഓതിക്കേൾക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് ഓതിക്കൊടുത്ത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത്. ചില സമയത്ത് മിസ്ല സൽസലത്തിൽ ജറസി, ഒരു ബെല്ലടിക്കുന്നത് പോലെ ഇങ്ങോട്ട് ഇഞ്ചക്റ്റ് ചെയ്യാറുണ്ട്. വഹി ഇറങ്ങുന്നത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തു കൊടുക്കും. ഇഞ്ചക്ഷൻ തന്നെ നമ്മളെ മരുന്ന് കയറ്റുന്നത് സിറിഞ്ച് മുഖേനയല്ല. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. ഇതിലുണ്ട് ഖുർആൻ, ഇതൊന്ന് തങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കണം. എങ്ങനെ? അങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി, എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ അതിൻ്റെ പേരാണ് ടിതറിങ്. മറ്റൊന്നാണ് എയർ ഡ്രോപ്പ്. ഇതിൽ തുറന്നു നോക്കിയാൽ ആരെ പേരൊക്കെ ഉള്ള സ്വിച്ചിട്ട എയർ ഡ്രോപ്പ്. ഇൻഫ്രാറെഡ് വഴിയും ബ്ലൂടൂത്ത് വഴിയും ഒക്കെ പകർത്തും. പഴയ കാലത്ത് ടൈപ്പ് റെക്കോർഡിൽ സ്വിച്ചിട്ടിട്ട് ഒരു കാസറ്റ് അതിലിട്ട് മുന്നിൽ വേറൊന്നും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ 60 മിനിറ്റ് കഴിയണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 60 മിനിറ്റുള്ള 30 മിനിറ്റ് കൊണ്ട് പോകും വയറ് കുത്തി കൊടുത്തിട്ട്. പിന്നെ CD വന്നു, പിന്നെ ഡിജിറ്റൽ വന്നു. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു ഫയൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന്. ചില വലിയ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോൺ ഇങ്ങോട്ട് കുലുങ്ങും അല്ലേ? ചിലപ്പോൾ വിറച്ചു പോകും കമ്പ്യൂട്ടർ, ചിലപ്പോൾ കണ്ണടഞ്ഞു പോകും, താങ്ങൂല. ചില സമയത്ത് ഈ ഫയലുകൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് താങ്ങാൻ കഴിയാതെ നിന്നുപോകും. അപ്പോൾ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് വസയ്യിദുൽ മുർസലീൻ, മലക്കുകളെക്കാളും എല്ലാം അഷ്റഫായതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളിലേക്ക് ഈ കലാം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നല്ല ഷദീദുൽ ബറദുള്ള, നല്ല കൊടും തണുപ്പുള്ള രാത്രിയിൽ നബി തങ്ങൾക്ക് വഹി ഇങ്ങോട്ട് ഇറങ്ങിയാൽ നെറ്റിത്തടത്തിലൊക്കെ വിയർത്തിട്ടുണ്ടാകും ചൂടുകൊണ്ട്. ഈ ആയത്തിൻ്റെ ആ കലാമിൻ്റെ കാഠിന്യം കൊണ്ട് നബി തങ്ങൾക്ക് ചൂട് വന്നിട്ടുണ്ടാകും, വിയർത്തിട്ടുണ്ടാകും. ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, കുട്ടിയാണ്, നബി തങ്ങളുടെ അടുത്ത് ഓതുക. അപ്പോൾ കാലിൻ്റെ അടുത്ത്, നബി തങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലാണ് കുട്ടിൻ്റെ കാൽ. പെട്ടെന്ന് വഹി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാലിൻ്റെ അടിയിലായി പോയി. അമർന്നിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ എല്ല് പൊട്ടിപ്പോകും എന്ന് തോന്നി. നബി തങ്ങളുടെ ബോഡിയിലേക്ക് വന്നൊരു വെയിറ്റ്. അപ്പോൾ ചിലപ്പോൾ ഈ ഇൻഫ്രാറെഡ് പോലെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ കോലം പറയുന്നു. ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും, പഴയ കാലത്തെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് വളരെ ശക്തമായ ശാരീരികമായൊരു വലിയ ശക്തി അനുഭവപ്പെടും. അതുകൊണ്ടാണ് തണുപ്പുള്ള സമയത്തും ഒരായത്തിങ്ങോട്ട് കയറുമ്പോഴേക്ക് ബോഡി ചൂടാകുന്നത്, വിയർക്കുന്നത്, ശരീരത്തിന് വലിയ ബലം വരുന്നത്, നല്ല ക്ഷീണിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു സാധനമാണ് നബിതങ്ങൾ ഇറക്കിയെടുക്കുന്നത്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇറ്റ് ഈസ് വെരി ഹെവി ഫയൽ എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. വെരി ഹെവിയാണ്, എളുപ്പമല്ല എന്ന്. ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുക്കുമ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ആ ഓതുന്ന സ്പീഡിൽ നബിതങ്ങൾ ഇങ്ങനെ ഓതും. കാരണം പെട്ടെന്ന് ബൈഹാർട്ടാവാൻ വേണ്ടി. അല്ലാഹു തആല പറഞ്ഞു, അതൊന്നും വേണ്ട, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, അങ്ങനെ വേഗത്തിൽ നാവുകൊണ്ട് തങ്ങൾ കൂടെ ഓതേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന അലൈന ജംഅഹു, അത് ഹൃദയത്തിലാക്കി തരിക എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. വഖുർആനഹു, പിന്നെ തങ്ങൾ അതിന് ഓതുകയും ചെയ്യും. അപ്പോൾ ആ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ആക്കി കൊടുക്കുകയാണ്, അത് തങ്ങൾ ഓതും. ഖുർആൻ ഫാത്തിഹ തുടങ്ങി നാസ് വരെ അങ്ങനെ ഇറങ്ങിയതാണോ? ആദ്യം ഇറങ്ങിയത് ഏതാ? ഇഖ്റ. പിന്നെ ഇറങ്ങിയത് ഏതാണ്? മുദ്ദസ്സിർ, മുസമ്മിൽ, അങ്ങനെ ഇറങ്ങി. പിന്നെ അൽ ബഖറയിൽ നിന്നൊരായത്തിറങ്ങി, ആലി ഇമ്രാൻ വേറൊരായത്തിറങ്ങി, നിസായിൽ നിന്നൊരായത്തിറങ്ങി. സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ ആയത്തുകൾ ഇറങ്ങി വരും. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അടുത്തുനിന്ന് അസ്മാ ബീവിനോട് വായ്പ വാങ്ങിക്കൊണ്ടുപോയ മാല കാണാണ്ടായി.
യാത്രക്കിടക്കാണ്, ആളുകൾക്ക് വെള്ളവുമില്ല, അവിടെ വെള്ളം കിട്ടാനുമില്ല, ഒളുവുമില്ല, അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷെ മാല തിരയുന്ന സമയത്തിനടുക്ക് നിസ്കാരത്തിൻ്റെ സമയം പോയിപ്പോൾ ആകെ ബേജാറായി നിൽക്കുക. അപ്പോൾ ആയത്തിറങ്ങി, തയമ്മുമിൻ്റെ ആയത്ത്. അങ്ങനെയാണ് ആയത്തുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ജിബീർ അലൈഹിസ്സലാം പറയും, ഇത് ഇന്ന പേജിൽ, ഇന്ന ഫയലിൽ, ഇന്ന ഡ്രൈവിൽ അവിടെ പോസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെയാണ് ആയത്തുകളുടെ തർത്തീബുകൾ വരുന്നത്. അപ്പോൾ ഒരു വർഷം ഇറങ്ങിയത് മുഴുവനും റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കും, നബി തങ്ങൾ അങ്ങോട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കും, ഇങ്ങോട്ട് ഓതിക്കൊടുക്കും. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വഅജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യുദാരിസുഹു ജിബ്രീൽ അലൈഹിസ്സലാം അൽ ഖുർആൻ. നബി തങ്ങൾ വല്ലാത്ത ധർമ്മിഷ്ഠനായിരുന്നു. റീഹുൽ മുർസൽ പോലെ സമ്പന്നമായ ആ ഇളം തെന്നൽ പോലെ നബിതങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. എന്നാൽ റമളാനിൽ നബിതങ്ങൾ വല്ലാത്ത ധർമ്മം ചെയ്യും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ട്യൂഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഓതിക്കൊടുക്കുകയും ഇങ്ങോട്ട് ഓതുകയും ചെയ്യുന്നത്. അതാണ് പരീക്ഷ അടുത്ത് വരുമ്പോൾ നല്ലോണം സദക്ക ചെയ്യണം. ക്ലാസ് ഉണ്ടാകുമ്പോൾ അതിനു മുമ്പൊന്ന് അതാണ് വിളിച്ച ആളുകൾക്ക് വിളിച്ചൊരു ചായ കൊടുത്ത് ക്ലാസ് ഖതമ് തീർക്കുന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കി. ഇതൊക്കെ ആ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഓത്തിൽ ബറക്കത്തുണ്ടാകണം, പരീക്ഷയ്ക്ക് സഹായം ഉണ്ടാകണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കും. അടുത്ത വർഷമാകുമ്പോൾ പിന്നെയും കൂടും, അപ്പോൾ അതൊന്നായിട്ട് ഓതും. അങ്ങനെ 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിത്തീരുന്നത്. അത് ഓതിക്കൊടുക്കുക എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. ഓത്ത് പഠിപ്പിക്കാൻ ആൾ വേണം. ഇത് പുസ്തകമാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ പോരാ, ഓതി പഠിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഓത്തുപള്ളി എന്ന് പറയും. യത്ലു അലൈഹിം ആയാതിഹി, വായിക്കുകയല്ല. എന്താണ് ഓതുക എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം എന്നെഴുതിയ 3 അക്ഷരങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിപ്പിക്കണം. അപ്പം അത് അൽ ബഖറയിലാകുമ്പോൾ അലിഫ് ലാം മീം അങ്ങനെയാണ് ഓതേണ്ടത്. അലം തറ കൈഫയിലാണെങ്കിൽ അലം എന്നാണ് ഓതേണ്ടത്. ഇതെല്ലാം ഓതി തന്നെ പഠിപ്പിക്കണം. ചിത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ മതിയാകില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഓത്ത് കേട്ടു തന്നെ പഠിക്കുന്നു, അവരിൽ നിന്ന് താബിഈകൾ പഠിക്കുന്നു. അങ്ങനെ പരമ്പരയായിട്ട് നമുക്ക് ലഭിച്ചതാണിത്. അത് മലപ്പുറത്തുകാരുടെ ഭാഷ കോഴിക്കോട്ടുകാർക്ക് തിരിയില്ല, കോഴിക്കോടൻ ഭാഷ കോട്ടയത്തുകാരന് തിരിയില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഖുർആൻ ഓതുന്നതിൽ അറബികളുടെ വിവിധ ഭാഷ, വിവിധ നാട്ടുകാരുടെ രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി നമ്മളിപ്പോൾ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഓത്തുപ്രകാരമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായും ഓതുന്നത്. മൊറോക്കോക്കാരൻ ഓതുന്നത് അവർ വർഷിൻ്റെ ഓത്തനുസരിച്ചാണ്. അങ്ങനെ ഒരുപാട് 7 ഖുർആനുകളുടെ ഓത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്. എന്നാൽ 10 ഖുർആനിൻ്റെ ഓത്ത് പഠിച്ചവരുണ്ട്, ചിലർ 14 ഖുർആനിൻ്റെ ഓത്ത് പഠിച്ചവരുണ്ട്. അശ്രി തഖരീബ് എന്ന പേരിൽ തുർക്കിയിലും മറ്റുമൊക്കെ 10 ഖിറാഅത്തും ഓതി പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വലിയ മദ്രസകളുണ്ട്. മെനിയാന്ന് ജാമിഉൽ ഫുതൂഹിൽ 12 ഖുർആനുകൾക്ക് സനദ് കൊടുത്തു. റമദാൻ 1 മുതൽ 27 വരെ ഖാരി ഹനീഫ് സഖാഫിയുടെ അടുത്ത് പൂർണ്ണമായും ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ച് അങ്ങനെ സനദ് മുത്തസിലാക്കിക്കൊണ്ടുള്ള സനദ് കൊടുത്തു. 12 ആക്കിയേ കൊടുത്തുള്ളൂ വെച്ചാൽ അത്ര തന്നെ ഒരു മാസത്തെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അതും ഒരുപാട് വർഷം തജ്വീദ് പഠിച്ച ആളുകൾക്ക് അത് കഴിയുള്ളൂ. ഇനി 10 ഖിറാഅത്ത് മോദിയിട്ട് സനദ് കൊടുക്കുന്ന രീതി മർക്കസിൽ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. മുമ്പ് കാലത്ത് നമ്മുടെ നാടുകളിൽ ഹിഫ്ള് സംവിധാനം ഇല്ല, വളരെ കുറവാണ്. കോഴിക്കോട്ട് ഒരു മദ്രസ മാത്രമേ ഉള്ളൂ, കൊളത്തറയിൽ. മർക്കസിൽ ഹിഫ്ള് തുടങ്ങിയതിന് ശേഷം പിന്നെ അതങ്ങോട്ട് വ്യാപിച്ചു. ഇപ്പോൾ നാട്ടിൽ എന്തായാലും ഒരു ഹിഫ്ള് തുടങ്ങണം എന്നുള്ള രീതിയിലായി. ഹിഫ്ള് അങ്ങനെ എല്ലായിടത്തും തുടങ്ങിയിട്ടും കാര്യമില്ല. ഹിഫ്ള് പഠിക്കുന്ന മക്കൾ അത് തങ്ങന്മാരുടെ മക്കളാകണം, അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ മക്കളാകണം. അല്ല ആചാര മക്കളാണെങ്കിലും ഇനി അങ്ങോട്ട് കച്ചവടത്തിനൊന്നും പോവില്ല, പള്ളിയിൽ ഇമാമായി നിൽക്കും അല്ലെങ്കിൽ മുദരിസായി നിൽക്കും എന്ന് തീരുമാനിച്ചവരാണ് ഹിഫ്ള് പഠിപ്പിക്കേണ്ടത്.
ഹിഫ്ളിൽ കൊണ്ടുപോയി ചേർത്തി 4 കൊല്ലം കഴിഞ്ഞ് പിന്നെ കോഴി കച്ചവടത്തിന് പോവുക, അല്ലെ ദുബായിലേക്ക് അങ്ങോട്ട് പോവുക, അങ്ങനെ വന്നാൽ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം ഹിഫ്ള് അതിൻ്റെ ആളുകൾക്ക് അതിലുമായി തന്നെ നിൽക്കുന്ന, ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാരമ്പര്യം അതിന് മുഖ്യമാണ്. ഇനി എല്ലാം പാരമ്പര്യത്തിൽ മാത്രം കഴിയില്ല. ചിലർക്ക് അങ്ങോട്ട് ഇപ്പോൾ തീരുമാനിച്ച് പിന്നെ ഓതാൻ കഴിയും. പക്ഷേ ആസ്മോടുകൂടി ഇനി അങ്ങോട്ട് ഇതിൽ തന്നെ നിൽക്കും എന്നുറച്ചു നിൽക്കുന്ന അങ്ങനത്തെ കുട്ടികളെയാണ് ഹിഫ്ള് പഠിപ്പിക്കേണ്ടത്. എല്ലാ നാട്ടിലും എല്ലാ മദ്രസയിലും ഹിഫ്ള് തുടങ്ങുന്നത് ക്ഷന്തവ്യമല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഹിഫ്ള് മദ്രസ എന്ന് പേരിട്ടാലും ഒരു 5 ജുസൊക്കെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ യാസീനും തബാറക്കയും മറ്റൊക്കെ ഒരു 2 ജുസും പഠിക്കുക. ഓതാൻ നന്നായി പഠിക്കുക. അതിലേക്ക് മാത്രം നിൽക്കുന്ന ആളുകളെ ഹിഫ്ള് പഠിപ്പിക്കുക. ഖുർആൻ ഓതുന്ന ഖുറാകളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ അത് നിർത്തിക്കൊണ്ട് ഖുർആൻ മാത്രം പൂർണ്ണമായും ഓതിക്കൊണ്ടുള്ള ജമാഅത്ത് നടത്തുന്ന മസ്ജിദുകൾ ഇപ്പോഴും വളരെ കുറവാണ്. ഫതഹിൽ അല്ലാഹു തആല അത് ഇത്രയും കാലമായി മുറിഞ്ഞു പോകാതെ നിലനിർത്തി തന്നു. 27 കൊല്ലമായിട്ട് ഇവിടെ ജമാഅത്തിന് കൂടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സദസ്സിൽ ഉണ്ടോ? മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ആരുണ്ട്? ഉള്ളൊരു കയ്യൊന്തിക്ക് കാണട്ടെ. അവർക്കും വേണം സമ്മാനം കൊടുക്കുക. ഈ വർഷം അൽ ബഖറ ഫാത്തിഹ മുതൽ ഇങ്ങോട്ട് അവസാനം വരെ 27 ദിവസവും 29 ദിവസവും കേട്ടിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കേട്ടവരാരുണ്ട്? കൈമതിക്ക്. അതാ 3-4 ആളുണ്ട്. ഒരു സമ്മാനം കൊടുക്കണം. നമ്മൾ നോളജ് സിറ്റിലൊക്കെ അങ്ങനെ കൊടുക്കലുണ്ട്. ഫുള്ള് കേട്ട ആളുകൾക്കും ഒരു ഷാൾട്ട് കൊടുത്താൽ മതി. അതാണ് സമാഉൽ ഖുർആൻ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കേൾക്കും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അത് പറ്റില്ല. പൂർണ്ണമായും കേട്ടുകൊണ്ടേയിരിക്കണം. 27 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. അപ്പോൾ അടുത്ത വർഷം കേൾക്കണം എന്നുള്ളൊരു നിയ്യത്ത് വെച്ചാൽ തന്നെ ആയുസ് നീളാൻ അത് മതി. അടുത്ത കൊല്ലം കൂടെ കേൾക്കണം എന്ന് ഉസ്താദ് അവർകൾ സുൽത്താനുൽ ഉലമ ഈ മസ്ജിദ് സ്ഥാപിച്ച അന്നു മുതലേ ഹിഫ്ളിൻ്റെ ഇമാമിനെയും കൊണ്ടുവന്നാക്കി. എല്ലാ വർഷവും ഉസ്താദ് തന്നെ ഇവിടെ നിന്ന് വരും, ഖത്മ ചെയ്യും, ദുആ ചെയ്യും, പോകും. ഈ വർഷം തൽക്കാലം വരാൻ കഴിഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാഹ്. എന്നാലും ഇതൊക്കെ കാണുന്നുണ്ട് ഉസ്താദ്. മിനിയാന്ന് മലപ്പുറത്ത് വന്നല്ലോ, കോഴിക്കോടിന് പുറത്ത് ആദ്യമായിട്ട് വന്നു. ഇനി ഉസ്താദ് ഒന്ന് മംഗലാപുരത്തേക്കും പിന്നെ തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ദുബായിലും മറ്റൊക്കെ വീണ്ടും പോകണം ഇൻഷാ അല്ലാഹ്. നമ്മളാരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അല്ലാഹു തആല അവസരമൊരുക്കി തന്നു. അത് പൂർണ്ണമായ ഒരു രീതിയിലേക്ക് അല്ലാഹു മാറ്റി തരട്ടെ. ഉസ്താദിനെ കൈപിടിച്ച് ഇങ്ങനെ നടക്കണം. ഉസ്താദ് കൈപിടിക്കാതെ നടക്കണം ആൾക്കാരെ മുന്നിലേക്ക് വരുമ്പോൾ. അതാണ് ഉസ്താദിൻ്റെ ആഗ്രഹം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. എല്ലാ മനുഷ്യനും ഒരു അജലുണ്ടാകും. ആരും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കൂല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോൾ റൂഹിനെ പിടിക്കാനാ വന്നാണ് ഒറ്റയടിയിട്ട് കൊടുത്ത് കണ്ണ് പൊട്ടിപ്പോയി. അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, ഏത് മനുഷ്യൻ്റെ അടുത്ത് കണ്ണ് പറഞ്ഞേച്ച്? അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു തആല കണ്ണ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയിട്ടൊരു കാര്യം ചെയ്യൂ, ഒരു കാളയുടെ പുറത്ത് കൈവെക്കാൻ പറയൂ. എന്നിട്ട് എത്ര രോമമാണ് കൈ തട്ടുന്നത് അത്രയും രോമത്തിന് കണ്ട് വർഷം നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞാളി എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിനോട്. മൂസാ നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് എത്ര കൊല്ല കിട്ടിയത്. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് കഴിഞ്ഞാലോ? പിന്നെ മരിച്ചണം. എന്നാൽ പിന്നെ ഇപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ മറവ് ചെയ്യുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തൊക്കെ ആക്കി കിട്ടിയാൽ നന്നായിരുന്നു എന്നാ. മഹാന്മാരുള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യണം എന്നാണല്ലോ, നഖൽ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം, ഇന്ന സ്ഥലത്ത് ഒരു മഹാൻ്റെ മക്ബറയുണ്ട് അവിടേക്ക് കൊണ്ടുപോകണം എന്നൊരാൾ വസൂയത്ത് ചെയ്താൽ അതിൻ്റെ പേരിൽ നഖൽ ചെയ്യാം എന്നാ. ദുബായിൽ മരിച്ചാൽ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ നല്ല വലിയ മക്ബറകളുണ്ട്, അവിടെയൊക്കെ മഹാന്മാർ ധാരാളമുള്ള മക്ബറകളുണ്ട്, അവിടെ തന്നെ മറവ് ചെയ്താൽ മതി. വെറുതെ കഷ്ടപ്പെട്ട് 4-5 ദിവസം കഴിഞ്ഞ് ഐസും പെട്ടിയിലിട്ട് ഉള്ളിൽ മരുന്നും കുറ്റി എന്തിനാണ് കൊണ്ടുവരുന്നത്?
അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. പക്ഷെ ഈ എന്തെങ്കിലും പ്രത്യേകമായ അസ്ബാബുകൾക്ക് ഉഴുതറുകൾക്ക് മാത്രമാണ് നഖൽ ചെയ്യുക. ഇപ്പം മൂസാ നബി അലൈഹിസ്സലാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ പറയുന്നുണ്ട്, ബാബു മൻ അഹബ്ബ അൻ യുദ്ഫന ഫി അർളിൽ മുഖദ്ദസതി, പുണ്യമുള്ള സ്ഥലത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആഗ്രഹിച്ചാൽ അതിന് ദോഷമില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്താണ്, അങ്ങക്ക് കാണിച്ചു തരുമായിരുന്നു. ആ കസീബുൽ അഹ്മറിൻ്റെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ അവിടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ട്. ഖുദ്സിൽ നിന്നൊരു കല്ലെടുത്ത് ഇങ്ങനെ ഒറ്റയേറും എടുത്താൽ എത്തുന്ന സ്ഥലത്ത് അവിടെയാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊക്കെ പോകാൻ പറ്റും. പണ്ട് കാലത്ത് നമുക്കൊക്കെ അങ്ങനെ കേൾക്കാനേ പറ്റുമായിരുന്നുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അതെല്ലാം അവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുണ്ട്. ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ ജോർദാനിലുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനും നീട്ടിയാൽ എന്തായാലും ജനിച്ച മനുഷ്യരൊക്കെ മരിച്ചേ പറ്റുകയുള്ളൂ. അപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതേ നമ്മൾ ആഗ്രഹിക്കേണ്ടതും ഉള്ളൂ. അതോടൊപ്പം അല്ലാഹു തആല മനുഷ്യരെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു ഷഫീഉനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയസ്സ് നീളുകയും അമല് നന്നാവുകയും ചെയ്തവർക്ക് സൗഭാഗ്യമാണ്. വെറുതെ വയസ്സ് നീണ്ടിട്ട് കാര്യമില്ല. വയസ്സ് നീണ്ടിട്ട് അമല് നന്നാകുന്നില്ലെങ്കിൽ ഓരോ മിനിറ്റും ഏറുന്നതനുസരിച്ച് ദോഷമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വയസ്സ് നീളുകയും അമല് നന്നാവുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഉസ്താദിനൊരു എക്സ്റ്റൻഷൻ കിട്ടി. അള്ളാഹു തആല നമുക്ക് ഖൈറാകുന്ന കാലത്തോളം നീട്ടിത്തരട്ടെ. ഉസ്താദ് ഇവിടെ വരേണ്ടതായിരുന്നു. ഒരു കണ്ടിന്യൂഷൻ എന്ന നിലക്ക് ഈ വർഷം വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉസ്താദിൻ്റെ ദുആ ഉണ്ട്, നിങ്ങളുടെ ദുആ ഉസ്താദിനും ഉണ്ട്. ആ ഖിദ്മാത്തുകളെ കൊണ്ട് ഖുർആൻ മദ്രസകൾ വന്നു, ഹിഫ്ളുൽ ഖുർആൻ മദ്രസകൾ വന്നു, നാടുനീളെ ഹിഫ്ളിൻ്റെ പ്രചാരണങ്ങൾ വന്നു, ഹിഫ്ളിൻ്റെ അയിമ്മത്ത് വന്നു. എന്നാലും എന്തിനാണ് ഇത്രമാത്രം ഹാഫിളിങ്ങൾ ഉണ്ടാകുന്നത്? അലം തറ കൈഫ് ഓതിയിട്ടല്ലേ നമുക്ക് നിസ്കരിച്ചാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായിട്ട് ഈജിപ്തിലും സിറിയയിലും ലിബിയയിലൊക്കെ അവിടെ നിന്നൊന്നും ഇമാമിയങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല. UAE-യിലേക്ക് രാഷ്ട്രീയപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ലിബിയ എന്ന് പറഞ്ഞൊരു നാടുണ്ട്. 70 ലക്ഷം ജനങ്ങളെ ആ നാട്ടിലുള്ളൂ. അതിൽ 18 ലക്ഷവും ഹാഫിളിങ്ങളാണ്. ഏകദേശം 25% ഹാഫിളിങ്ങളാണ് ലിബിയയിൽ. അതുപോലെ മിസ്റിൽ ചില ജില്ലകൾ, ഒരു ജില്ല മൊത്തം ഹാഫിളിങ്ങൾ. ഉസ്മാനിയാക്കളുടെ കാലത്ത് അവരുടെ കമ്പനിയിൽ ഒരു കമ്പനി മൊത്തം ഹാഫിളിങ്ങൾ പട്ടാളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നാളെ തരുമോ എന്ന് ചോദിച്ചു. റെഡിയാണ്, ഇവിടെ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ അബുദാബി നാൾ വന്നു, സെലക്ട് ചെയ്തു, 200 ആളെ കൊണ്ടുപോയി. ഇപ്പം UAE-ൻ്റെ പള്ളികളിലൊക്കെ ഇമാമിങ്ങളുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ 8 നിസ്കാരമുള്ളതാണ് ഇപ്പോൾ വലിയ കഷ്ടം. ഉസ്താദ് ഇന്നലെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഈ 8 എന്ന് പറഞ്ഞത് എവിടെ ഇല്ലാത്തൊരു സാധനമാണല്ലോ. 20 തറാവീഹ് റക്അത്ത്. എന്നിട്ട് ഇമാമിങ്ങളൊക്കെ 8 നിസ്കരിച്ച് പിന്നെ ബാക്കി പോലും സ്വന്തം നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വന്തക്കാരെ കൂട്ടിയിട്ട് റൂമിൽ നിന്ന് ജമാഅത്താക്കുക. ഇപ്പം തഖ്ഫീഫാക്കാണ്. വലിയ ആയത്തൊന്നും ഓതരുത്. ആയത്തിന് തന്നെ വലിപ്പമുണ്ടോ കഷ്ണം മുറിച്ചിട്ട് അത് 2-3 റക്അത്തിലേറ്റ് ഓതണം. മുഅ്മിനീങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടാകരുത് എന്നാണ് ചില ആളുകളുടെ വർത്താനം. ലോകാവസാനം വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാലും ഖുർആൻ ഇങ്ങനെ ലോകത്ത് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ആളുകളായി നിൽക്കണം. ലോകത്ത് ഏറ്റവും നല്ല ഇസ്ലാം നിലനിൽക്കുന്ന നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇവിടെ ബാങ്കുണ്ട്, മസ്ജിദുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മദ്രസയുണ്ട്, തദ്രീസുണ്ട്, ദർസുകളുണ്ട്, എല്ലാമുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം എന്നും ഉണ്ടാകും. ഇപ്പം നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നം താരിഖു സ്വലാത്തിൻ്റെ എണ്ണം കൂടുന്നു എന്നതാണ്.
നിസ്കരിക്കാത്ത ആളുകൾ കൂടുന്നു. പള്ളി നിറച്ചു ആളുണ്ടാവും, പക്ഷെ പകുതി ആളുടെ നിസ്കാരം ശരിയായിട്ടുണ്ടാവില്ല. നിസ്കാരം ശരിയാകണമെങ്കിൽ ത്വഹാറത്ത് വേണം. പലർക്കും ത്വഹാറത്തില്ല. മൂത്രമൊഴിച്ച് പകുതിയായിട്ടാണ് വരുന്നത്, ബാക്കി ട്രൗസറില്ല. അപ്പം നിസ്കാരം ശരിയാവുമോ? പിന്നെ ഒരുപാട് ആളുകൾക്ക് ഔറത്ത് മറയുന്നില്ല. പൊക്കിളിൻ്റെ താഴെ എത്രയോ താഴത്തുള്ള പാൻസ് കൊടുത്തിട്ടാണ് വരിക. ഔറത്ത് മറിയോ? ഉസ്താദന്മാരുണ്ട്, ഞാൻ പറഞ്ഞ മസാല തെറ്റിപ്പോണ്ട്. ഔറത്ത് മറിയില്ല. ഔറത്ത് മറിയണം. അതുപോലെ പാൻറ് ലൂസായിട്ട് ഇങ്ങനെ കൊട്ട പോലെ ഉള്ള പാൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ണടക്കം അങ്ങോട്ട് കൊടുത്താൽ ആണ്ട് പോവുക അടിച്ച്. ശരിയാവോ? ഇല്ല. അതാണ് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ഉടുത്ത് വരുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചില 70 വയസ്സായ കാക്കാമാരൊക്കെ കാണും ഈ ജീൻസ് കൊടുത്തിട്ട് ചാന്തിൻ്റെ പകുതിക്കുള്ള ട്രൗസർ ഇട്ട് വരുന്നത്. നിസ്കാരത്തിൽ റുക്കൂവിൽ അങ്ങോട്ട് പോയാൽ പിന്നെ കഥ പറയും വേണ്ട, സുജൂദിൽ എന്നെ തീരെ പറയണ്ട. ഇങ്ങനെയുള്ള വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് വർദ്ധിച്ചു പോയാൽ പിന്നെ നാട്ടിൽ ഭൂകമ്പമുണ്ടാകും, വെള്ളപ്പൊക്കമുണ്ടാകും, തീപിടുത്തമുണ്ടാകും, പലതും ഉണ്ടാകും. കാരണം താരിഖു സ്വലാത്ത് വർദ്ധിച്ചാൽ വലിയ മുസീബത്തുകൾ ഇറങ്ങും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കുപ്പായം തുണിയും വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. തുണി ഷോപ്പിൽ എന്താണോ കൊണ്ടുവച്ചത് അങ്ങനെ തന്നെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാം. എന്തുവരെ ഈ അമേരിക്കയിൽ നിന്ന് ഉപയോഗിച്ച് ഒഴിവാക്കിയ സാധനമാണ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അലക്കി തുന്ന് ഒന്നുകൂടി അടിച്ചിട്ട് വരിക ചെയ്യുക. എന്നിട്ട് സൈഡ് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പാഷനാണ്, 50 റുപ്യ അധികം വേണമെന്നറിയും, അതും വാങ്ങിക്കൊണ്ടുവരും. ഇങ്ങനത്തെ ആളെ പറ്റി എന്താ പറയുക? റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഓൽക്കേണ്ടത്, പുട്ടിൻ. പൊട്ടന്മാർ. ഇങ്ങനെ മനുഷ്യന്മാർ പൊട്ടന്മാരായാലുണ്ടോ? കീറിയെ കൊണ്ടുവന്ന അത് പാഷനാണ് അറിയാം, അതും വാങ്ങിക്കൊണ്ടുവരാം. നമുക്ക് അല്പമെങ്കിലും ബുദ്ധി വേണ്ടേ? അപ്പം മനുഷ്യനാക്കി തീർത്തതാണ് ദീനുൽ ഇസ്ലാം. അപ്പം അതുകൊണ്ട് ഇതൊന്നും പറയുമ്പോൾ കുട്ടികളെ നമ്മളാരും ചീത്ത പറയരുത്, കളിയാക്കരുത്, മോശക്കാരാക്കരുത്. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ? ഇല്ല. പറഞ്ഞു കൊടുത്താൽ മാറ്റും. ഞാൻ ഇപ്പോൾ പല സ്ഥലത്തും സദസ്സിൽ പറഞ്ഞപ്പോൾ ബേജാറായിട്ട് ആൾക്കാർ വരും. പഠിച്ചാൽ ഇതിങ്ങനെ കൊടുത്താൽ ശരിയാവില്ലേ, പഠിച്ചോനെൻ്റെ നിസ്കാരം പോയാ എന്ന് ചോദിച്ച് ബേജാറാകുന്ന മനുഷ്യന്മാരുണ്ട്. പറഞ്ഞു കൊടുക്കണം. ഇന്നിപ്പോൾ പറഞ്ഞു കൊടുത്താൽ സദാചാര പോലീസായി പോകുമോ എന്നുള്ള പേടിയാണ്. ജയിലിലടക്കുമെന്ന്. അങ്ങനെ ട്രൗസർ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയാൽ പോക്സോ ആയി, പിന്നെ ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള പേടി. മാഷുമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പേടി, മൗലവിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പേടി, കാക്കാമാർക്ക് പേടി. അങ്ങനെ പേടിച്ചാൽ പറ്റില്ല. തെറ്റുകൾ കാണുന്നത് പറഞ്ഞുകൊടുത്ത് തിരുത്തുന്നില്ല എങ്കിൽ നമ്മളുടെ കപ്പൽ മുങ്ങിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കപ്പലിൽ മുകളിൽ കാക്കാമാരൊക്കെ ഉണ്ട്, താഴെ കുട്ടികളുണ്ട്. കുട്ടികളിങ്ങനെ ഓട്ടം ഉണ്ടാക്കുകയാണ് കപ്പലിനെ. അപ്പോൾ ഒരു വളരെ മക്കളിതാ ഓട്ടം ഉണ്ടാക്കണ്ടേ, അത് പ്രശ്നമാണ്. അപ്പോൾ മറ്റേ ആ കുട്ടികളെത്തേ കാട്ടിക്കോട്ടെ, അതിപ്പോൾ അമ്മ നോക്കാനാവില്ല. എന്താ സംഭവിക്കുക? വെള്ളം കയറുമ്പോൾ കപ്പൽ ഒന്നായിട്ട് താന്നു പോകും. അപ്പം ഞാൻ വളരെ ഉഷാറാണ്, നമ്മളൊക്കെ വളരെ ക്ലിയറാണ്, അല്ല എൻ്റെ പെരിയിലൊക്കെ നല്ല ഉഷാറാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നാട് മുഴുവനും നന്നാകണം. അപ്പം എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തൽ ആവശ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക്, യുവാക്കൾക്കും അത് ചെയ്യുന്ന വയസ്സന്മാർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു നിലക്കും ഔറത്ത് മറയാത്ത ഡ്രസ്സ് കൊടുത്ത് നടന്നിട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ട് ഉസ്സാറായിട്ട് 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഷർത്തും ഫർളും വെക്കണം. നജസിൽ നിന്ന് ശുദ്ധിയാകണം, ഔറത്ത് മറയണം, സമയമാകണം, ഖിബിലക്ക് തിരിയണം. ഖിബിലക്ക് തിരിയുണ്ടോ? ചിലപ്പോൾ പല സ്ഥലത്തും ഖിബിലക്ക് തിരിയാതെ നിസ്കരിക്കൂ. ഗൂഗിൾ ഷേഖ് എന്താ പറഞ്ഞെന്ന് നോക്കൂ. ഇപ്പം കുടിയിരിക്കലിന് പോയാൽ ഖിബിലക്ക് തിരിയണം. ഗൂഗിൾ എത്താ പറഞ്ഞ് തിരിഞ്ഞോളൂ. വേറൊരുത്തൻ്റെ ഫോൺ കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ടുണ്ടാവും, മറ്റത് അങ്ങോട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ ഉസ്താദുമാരെ കയ്യിൽ തവക്കുണ്ടാവും. ഖിബിലൊക്കെ നോക്കി ഉറപ്പിക്കൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കും. ഒന്നും അറിയില്ല. എല്ലാം ഗൂഗിൾ ഷേഖിനെ വിശ്വസിച്ചിട്ട് ഏത് കുളത്തിൽക്കാണ് കൊണ്ടുപോയി ചാടിക്കുന്നത് അതിൻ്റെ പിന്നാലൊക്കെ പോകും. ചിലപ്പോൾ നാവിഗേഷൻ ഇട്ട് പോയാൽ പാലം പോയിട്ടുണ്ടാവും, പക്ഷെ മൂപ്പരടുത്ത് പഴയ വിവരം ഉണ്ടാവുക. അങ്ങനെ ഇരുട്ടത്ത് വണ്ടി പോയാൽ പാലം പൊളിഞ്ഞെടുത്ത് പുഴയ്ക്ക് കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് നമ്മളതൊക്കെ വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ആഷ് പോഷാണ്. ഇന്നിപ്പോൾ AC മസ്ജിദുകളാണ് അല്ലേ?
എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു. പക്ഷെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദീന് പൊളിഞ്ഞു പോകാൻ പാടില്ല. പള്ളിക്കൽ മൂലയരെ ടോയ്ലറ്റ് പോയാൽ പോലും നജസ് പോകാത്ത ടോയ്ലറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു പിഞ്ഞാണ പാത്രം ഉണ്ട്, അതിൻ്റെ മുകളിൽ മനസ്സിനങ്ങോട്ട് ചെന്നിരിക്കും. ഒരാൾ ഇരുന്നെണീച്ച് പോരും, പിന്നെ അടുത്ത ആൾ പോയിട്ട് ഇരിക്കും. എന്തൊരു വൃത്തികേടാണല്ലേ. യൂറോപ്യന്മാരുടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവർ വെള്ളമൊഴിക്കൂല, വൃത്തിയായിട്ട് സൂക്ഷിക്കും, കടലാസ് വിരിച്ചേ ഇരിക്കൂ. അവർ ഇസ്തിജമാറൊക്കെ ചെയ്യും. ഇതൊന്നും ചെയ്യില്ല. ഒരുത്തൻ ഇരുന്നെണിച്ചും വേറൊരുത്തൻ പിന്നെ പോയിരിക്കും. ഇത് സൂക്കേടുകാർക്ക് ഉണ്ടാക്കിയ സാധന, രോഗികൾക്ക് ഉണ്ടാക്കിയ സാധന. രോഗമില്ലാത്തവൻ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുക? ചിന്തിച്ചാൻ വെച്ച അത്രയും മോശമായ വൃത്തികേടാ. എന്നിട്ടിത് പള്ളിക്കലെ മോലേര റൂമിൽ പോലും ഇപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. ആ നിലക്ക് നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഖുർആൻ ഹയാത്താകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് ഹയാത്താകണം. നമ്മുടെ വസ്ത്രത്തിൽ വേണം, ഭക്ഷണത്തിൽ വേണം, വീട് നിർമ്മാണത്തിൽ വേണം, ടോയ്ലറ്റ് നിർമ്മാണത്തിൽ വേണം, റോഡ് നിർമ്മാണത്തിൽ വേണം, എല്ലാറ്റിലും ഉണ്ടാകണം. ഇത് ഓതി ഖത്തം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടി സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല, ധാരാളം ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാർ കാത്തിരിക്കുന്നുണ്ട്, സിക്റും ദുആയും നടക്കാനുണ്ട്. എല്ലാം ഉള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ പുസ്തകം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മർക്കസിന് കവറ് സ്വീകരിക്കുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്ന് എല്ലാ കൊല്ലവും ഉസ്താദ് കവറ് സ്വീകരിക്കുന്നതാ, കൊല്ലമുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ബറക്കാത്തുകൾ ചെയ്യട്ടെ. നമുക്ക് നല്ല തണലുകൾ അല്ലാഹു തആല ഏറെക്കാലം നീട്ടിത്തരട്ടെ. ആ തണലുകളിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആൻ്റെ തണലിലായും അല്ലാഹു നമ്മെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫത്ഹിൻ്റെ വിജയങ്ങളിൽ മുന്നോട്ട് പോകാനും ഫത്ഹിനോടൊപ്പം ഇതിൻ്റെ ചുറ്റുഭാഗത്തും നടന്ന് വികസിക്കുന്ന നമ്മുടെ മസ്ജിദുകളും മദ്രസകളും, ഇഖ്റ അവിടെ ഒരു സ്ഥാപനമുണ്ട്, ബുഖാരി ഇപ്പുറമുണ്ട്, നജാത്ത് അപ്പുറമുണ്ട്. അങ്ങനെ പരിസരത്തെല്ലാം ദീനിൻ്റെ മറാക്കിസുകൾ തങ്ങളടുത്ത് അവിടെ സ്ഥാപനമുണ്ട്. ദാർ ജമലുല്ലയിൽ സ്ഥാപനമുണ്ട്. അങ്ങനെ നാട്ടിൽ വളരുന്ന ദീനിൻ്റെ സ്ഥാപനങ്ങളെല്ലാം വളർന്ന് ദീന് നിലനിർത്തി നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നാട്ടിലും ദീൻ നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ മസ്ജിദിലാണ് നിസ്കരിക്കേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു പോയിട്ട് മുസല്ലയിലായിരുന്നു നിസ്കരിച്ചത്, പള്ളിയിലല്ല. ഭൂമിയിൽ, മരുഭൂമിയിൽ ചെന്നിട്ടാണ് നിസ്കരിച്ച്, ഈദ്ഗാഹിൽ. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ തങ്ങൾ അങ്ങനെ നിസ്കരിക്കാൻ കാരണം അന്ന് എല്ലാ നാട്ടിലും എല്ലാ കച്ചവടക്കാരും നിർത്തിവരും. പള്ളിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. സ്ഥലമില്ലാത്തപ്പോൾ സമയത്ത് പുറത്തു പോകാം എന്നാണ് അയിമത്ത് പറഞ്ഞത്. മസ്ജിദിൽ സ്ഥലമില്ലെങ്കിൽ മാത്രമേ പുറത്തു പോയി നിസ്കരിക്കാവൂ. അപ്പോൾ വലിയ മുസല്ലയിൽ എല്ലാവരെയും കൂട്ടി നിസ്കരിക്കുമ്പോഴും കൊച്ചു കൊച്ചു പള്ളികളിലെല്ലാം വയസ്സന്മാർക്ക് വേണ്ടി ഒരു ഇമാമിനെ നിർത്തിക്കൊടുത്തിരുന്നു. പിന്നെ മസ്ജിദ് വലുതായാൽ പിന്നെന്താകാൻ പറ്റില്ല, പറമ്പ് പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഏതെങ്കിലും പള്ളികളിൽ കച്ചവടക്കാരും ദുബൈക്കാരും ബാംഗ്ലൂരുകാരും മദ്രാസുകാരും എല്ലാവരും വന്ന സ്ഥലമില്ലാത്തുണ്ടെങ്കിൽ അവരെല്ലാവരും ഫത്ഹിന്ന് ഫുതൂഹിലേക്ക് പോരുക. അവിടെ 25,000 ആൾക്ക് ഒന്നിച്ച് നിസ്കരിക്കുക. ഉസ്താദിൻ്റെ പിന്നെ തന്നെ നിസ്കരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് മറ്റന്നാൾ ജമാഅത്ത് എടുക്കുന്ന. വയസ്സന്മാരൊന്നും വരരുത്, കാരണം നാട്ടിൽ നിസ്കാരം മുടങ്ങിപ്പോകാൻ പാടില്ല. കൊച്ചു കൊച്ചു പള്ളികളിൽ നിസ്കാരം നടക്കരുത്. നിസ്കാരം വലിയ മസ്ജിദിലാണ് നടക്കേണ്ടത്. ജുമഴയേക്കാൾ വലുതാണ് പെരുന്നാൾ നിസ്കാരം വേണ്ട. അപ്പോൾ ഏറ്റവും വലിയ മസ്ജിദുകളിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അങ്ങനെ പെരുന്നാളിന് ആളുകൾ ധാരാളം ഒരുമിച്ച് കൂടി അങ്ങനെ ആ ഒരു റഹ്മത്ത് ഇറങ്ങണം. അല്ലാഹുൻ അവിടുത്തെ കൊണ്ടോട്ടി നിന്നൊക്കെ വരാൻ കഴിയുമോ? 7:30 മണിക്ക് രാവിലെ 7:30 മണിക്ക് പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ്. ശവ്വാൽ 1 ചിലർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ശവ്വാൽ 1 വെള്ളിയാഴ്ചയാണ്. പക്ഷെ സംഘടനക്കാരെങ്കിലും ശനിയാഴ്ച കാക്കുകയാണെങ്കിൽ ഞങ്ങളും അന്ന് തന്നെ, അങ്ങനെ ഒരു നോട്ടീസ് ഇപ്പം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ശവ്വാൽ 1 ആയിക്കൊള്ളണമെന്നില്ല. നാട്ടിലെ മൊത്തത്തിൽ എന്താ സംഭവം വെച്ചാൽ അതിൽ കൂടാം. കട്ടകാലം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. اللهم اغفر لنا وارحمنا وتب علينا واجعلنا من عبادك الصالحين. رحم الراحمين يا الله.
റമദാൻ അവസാനിക്കുകയാണ്. ഇതുവരെ ചെയ്ത അമലുകളൊക്കെ എന്തു പോരായ്കയുണ്ടെങ്കിലും റബ്ബെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഇത് പാലിച്ചുകൊണ്ട് ഒരു ജീവിതം ഇവിടെ അങ്ങോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഹബ്ബത്ത് ഏറ്റിത്തരണേ അല്ലാ. ഇൽമ് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. ഈമാൻ ശക്തിയാക്കി തരണേ അല്ലാ. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. റബ്ബെ ഞങ്ങളുടെ ദുനിയവിയായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ. വീട് വെച്ച് തരണേ അല്ലാ. ജോലി തരണേ അല്ലാ. മക്കളെ തരണേ അല്ലാ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേണ്ടവർക്കെല്ലാം കൊടുക്കണേ അല്ലാ. മക്കൾ ധാരാളമായി ഏറ്റി തരണേ അല്ലാ. 10 മക്കൾ ഓരോരുത്തർക്കും തരണേ അല്ലാ. റബ്ബെ ധാരാളമായി മക്കളുണ്ടാകാനും അവരൊക്കെ പോറ്റാനും ഉള്ള എല്ലാ സന്മനസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം നീ തരണം റഹ്മാനെ. റഹ്മുറാഹിമീനായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന കുറുപ്പത്ത് കുഞ്ഞാൻ അള്ളാഹുവെ ഖബറ് സന്തോഷാക്കണേ അല്ലാ. അതുപോലെ ഇപ്പം അടുത്ത് മനസ്സുപോയ നമ്മൾ അബൂഹാജി അല്ലേ, അള്ളാഹുവെ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറ് സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നേതാക്കന്മാർ, സയ്യിദന്മാർ, ഉലമാക്കൾ എല്ലാവരുടെയും ഖബറുകളെ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടെ മരിപ്പിച്ച് ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുമ്മ ബിഹഖ്ഖി ദാതിക വസിഫാതിക വഅസ്മാഇക വബിഹഖ്ഖി ജമീഇൽ അൻബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ وبرحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.